റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ എക്സസൈസ് 2.3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു റൂട്ട് ഓഫ് 9 - x സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ ആൻഡ് റേഞ്ച് കണ്ടുപിടിക്കണം. ഫൈൻഡ് ഡൊമൈൻ ആൻഡ് റേഞ്ച് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ തന്നിട്ടുള്ള ഫംഗ്ഷൻ്റെ ഡൊമൈൻ റേഞ്ചും കണ്ടുപിടിക്കണം. ഇങ്ങനൊരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷനെ ഫസ്റ്റ് തന്നെ സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റൂട്ട് പോകും. അപ്പോൾ ചെയ്യേണ്ടത് സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ 9 - x സ്ക്വയർ എന്നുള്ളൊരു വാല്യൂ കിട്ടും. അപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഒരു നമ്പറിനെ സ്ക്വയർ ചെയ്താൽ എന്തായാലും അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതായത് -x സ്ക്വയർ ചെയ്താൽ എന്താവും x സ്ക്വയർ, അതും +x സ്ക്വയർ ആണ് ആവുക. -y സ്ക്വയർ ചെയ്താൽ +y സ്ക്വയർ ആവും. അതുപോലെ ഈ ഒരു നമ്പറിനെ സ്ക്വയർ ചെയ്താൽ അത് എന്തായാലും ഗ്രേറ്റർ ദാൻ 0, അതായത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്കൊരു കാര്യം കൂടി പറയാം. ഒന്നുകിൽ അത് 0 ആവാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആവാം. ചിലപ്പോൾ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ അത് 0 ആവാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആവാം. അപ്പോൾ അതാണ് ഈ ഒരു കാര്യം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു റൂട്ടിനെ സ്ക്വയർ ചെയ്താൽ ഈ സ്ക്വയർ ഇല്ലാത്ത ഈ ഒരു വാല്യൂ എഴുതിയിട്ട് അതിനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതുക. അത്രയെങ്കിലും മനസ്സിലാക്കി വയ്ക്കുക. ഒരുപാട് ഡീപ്പായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിലും 9 - x സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവും എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമുക്ക് എക്സ് സ്ക്വയറിന് പോസിറ്റീവ് കിട്ടണം. അപ്പോൾ നമ്മൾ ഈ LHSനെയും RHSനെയും ഫുൾ നെഗറ്റീവ് കൊണ്ട് മൈനസ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ചെയ്യുമ്പോൾ -9 + x സ്ക്വയർ ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് നേരെ തിരിയും. അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നായി മാറും. അതായത് 9 - x സ്ക്വയറിലെ ഈ -x സ്ക്വയറിൻ്റെ ഭാഗത്തെ ഈ ഒരു വാല്യൂ നമുക്ക് +x സ്ക്വയറിൽ കിട്ടണം. നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -9 -× x സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയി മാറും. നമുക്ക് ഈസി ആയിട്ട് x സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. കാരണം നമുക്ക് കാണേണ്ടത് ഡൊമൈനാണ് ആദ്യം കാണേണ്ടത്, പിന്നെ റേഞ്ച്. അപ്പോൾ ഡൊമൈൻ കാണാൻ വേണ്ടിയിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, റേഞ്ച് കാണാൻ വേണ്ടിയിട്ട് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അത് നോക്കാം. ആദ്യം എക്സിൻ്റെ വാല്യൂ കാണാൻ വേണ്ടി x സ്ക്വയറിനെ ഇവിടെ നിർത്താം. എന്നിട്ട് 9 അപ്പർ സൈഡിലേക്ക് കൊണ്ടുപോകാം. 9 അപ്പുറത്തേക്ക് വരുമ്പോൾ x സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. ഇനി നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു വാല്യൂ നമുക്ക് കിട്ടുകയാണെങ്കിൽ x സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 എന്നൊരു വാല്യൂ കിട്ടുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഒരുപാട് ഇതിൻ്റെ ഇന്നർ മീനിങ്ങുകൾ പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. നമ്മൾ ഓഫ്ലൈനിൽ പറയാറുണ്ട്, പക്ഷെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ പേർക്ക് ബോറിംഗ് ആയിരിക്കും, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു x സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, പിന്നെ നമുക്ക് ഇവിടെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു വാല്യൂ വരികയാണെങ്കിൽ, അങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ x എന്ന് എഴുതുക. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നും ഇവിടെയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതുക. എന്നിട്ട് ഈ 9 എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് 3 അല്ലേ, അതായത് റൂട്ട് 9 = 3 അല്ലേ, ആ 3 ഇവിടെ +3 ആയിട്ടും ഇവിടെ -3 ആക്കിയിട്ടും എഴുതുക. കിട്ടി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷനിൽ എഴുതാൻ പറ്റിയ രൂപം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ വാല്യൂസാണ് നമ്മുടെ, കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂസാണ്. ഇതിലെന്താ പറയണത്, എക്സ് എന്ന് പറയുന്ന വാല്യൂ 3നേക്കാളും കുറവോ 3നോട് ഈക്വലോ ആണ്. പക്ഷേ എക്സ് എന്ന് പറയുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ -3. ഈ വാല്യൂസാണ് എക്സിൻ്റെ വരിക. ഫോർ എക്സാമ്പിൾ നമ്മളൊരു നമ്പർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇത് 0, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, -1 -2 -3 -4. ഇവിടെ എന്താ പറഞ്ഞുള്ളത്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. എക്സ് 3ൽ കുറവോ, അതായത് 3ൽ കുറവോ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള നമ്പേഴ്സ്. എക്സിൻ്റെ വേറെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ -3. എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് -3നേക്കാളും ഗ്രേറ്റർ. -3നേക്കാളും ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ല, ഇങ്ങോട്ട്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 3, എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ -3. അപ്പോൾ ഇതിനകത്ത് പെടുന്നതാണ് എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത്. കിട്ടിയ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൊമൈൻ. എന്നിട്ട് ഡൊമൈൻ എഴുതുക ഈസ് ഈക്വൽ ടു
-3,3 പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ വരുന്നുണ്ടെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് -3 <x <3 എന്നായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ലല്ലോ, ഈക്വൽ ടു ഉണ്ടെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം. ഇവിടുത്തെ കേസിൽ ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. സോ നമ്മൾ എങ്ങനെ എഴുതും? -3,3 അല്ലേ, സ്ക്വയർ ബ്രാക്കറ്റ് ഇടില്ല. ഇനി ഒരു സ്ഥലത്ത് മാത്രം ഇപ്പോൾ ഈ കണ്ടീഷൻ ഇങ്ങനെയായിരുന്നെങ്കിൽ 3 ആണ് കേട്ടോ ആയിരുന്നെങ്കിൽ ഇവിടെ ഈക്വൽ ടു ഉണ്ട്, ഇവിടെ ഈക്വൽ ടു ഇല്ല. എങ്ങനെ ഡൊമൈൻ എഴുതും? ഇവിടെ ഈക്വൽ ടു ഉള്ളതുകൊണ്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇവിടെ ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഡൊമൈൻ കിട്ടി. ഇനി കാണേണ്ടതാണ് റേഞ്ച്. അപ്പോൾ റേഞ്ച് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എടുക്കുക. എന്തായാലും ഡൊമൈൻ എന്ന് പറഞ്ഞാൽ y = ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യന് y = എന്ന് പറഞ്ഞിട്ട് എഴുതി. അപ്പോൾ നമുക്ക് y = കിട്ടി, സ്ക്വയർ ചെയ്യണം. കാരണം ഈ റൂട്ട് ഉണ്ടായാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സ്ക്വയർ ചെയ്യണം. അപ്പോൾ y² = 9 - x² മാറും. ഇനി അതിൽ നിന്ന് y കണ്ടുപിടിക്കലാണ് നമ്മുടെ ജോലി. y² ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇതിലിപ്പോൾ നമുക്ക് 2 വേരിയബിൾ ഉണ്ട്, കാരണം y ഉണ്ട് x ഉണ്ട്. കണ്ടുപിടിക്കേണ്ടത് y ആണ്. അതിനായി നമ്മൾ ആദ്യം x-നെ കണ്ടുപിടിക്കണം. അതായത് x-നെ ഇങ്ങോട്ട് കൊണ്ടുവരാം ലെഫ്റ്റ് സൈഡിലേക്ക്. സോ x² = y²നെ റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ 9 - y² 9. ഇത് നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റിൽ പഠിച്ച ഇക്വേഷനാണ് x² - 9 < 0. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ കണ്ടീഷൻ. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് അതുപോലെയോ. ഫോർ എക്സാമ്പിൾ ഇതിനെ അങ്ങോട്ട് കൊടുന്ന് നോക്കി, x² ആദ്യം എഴുതുക, x² - 9 < 0 അല്ലേ. 9 ഇവിടെയും ഇവിടെയെന്നുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് നമ്മുടെ x² വാല്യൂ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആ x² വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷനിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള x² വാല്യൂ ഇതിൽ കൊടുക്കുക. x² വാല്യൂ എന്ന് പറയുന്നത് 9 - y² ആണ്. ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ x² അവിടെ 9 - y² -9 < 0 അല്ലേ. -9 + 9 വെട്ടിപ്പോവും. സോ -y² < 0. ഈ മൈനസിനെ കളയാൻ മൈനസ് കൊണ്ട് ഗുണിക്കുക. അല്ലെങ്കിൽ ഇതിനൊന്ന് അങ്ങോട്ട് y² ഇങ്ങോട്ടും ഇതിനും ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എത്ര മനസ്സിലാക്കിയാൽ മതി, ഈ മൈനസ് പ്ലസ് ആവാൻ y² എന്നൊക്കെ ഉണ്ടെങ്കിൽ മൈനസ് പ്ലസ് ആവാൻ y² ഇടുക, പ്ലസ് ആക്കുക. എന്നിട്ട് ഈ സൈൻ നേരെ റിവേഴ്സ് അടിക്കുക. ഇത് <= ആണെങ്കിൽ അത് <= ആക്കുക. ആ നമ്പർ ഇവിടെ എഴുതുക 0. ശരിക്കും ഇവിടെ സ്ക്വയർ റൂട്ട് എഴുതണം, പക്ഷേ ഇവിടെ 0 ഇല്ലാത്തതുകൊണ്ട് 0 തന്നെ എഴുതുക. അപ്പോൾ ഇതാണ് നമ്മുടെ y² <= 0. അങ്ങനെ വരികയാണെങ്കിൽ ഒരു നമ്പർ <= 0 അതിൻ്റെ സ്ക്വയർ <= 0 എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? y <= ഇവിടെ +∞, ഇവിടെ -∞. മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിൽക്കില്ല, നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും. അതിന് നല്ലത് ടെക്നിക്ക് വെച്ചിട്ട് അടുത്തടുത്ത സ്റ്റെപ്പുകളിലേക്ക് കടക്കാന്നുള്ളതാണ്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് x² വാല്യൂ -9 - 9 കട്ട് ചെയ്തു, y² <= 0. ഈ മൈനസ് പ്ലസ് y ആക്കാൻ എന്ത് ചെയ്യാം? അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനങ്ങോട്ടും ഈ 0 ഇങ്ങോട്ടും കൊണ്ടുവന്നാൽ മതി. അങ്ങനെ കൊണ്ടുവരുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മൈനസിൽ പ്ലസ് ആക്കുക, y² എഴുതുക, <= എന്നുള്ളത് <= ആക്കുക. ഈ നമ്പർ ഇവിടെ എഴുതുക 0. ഇനി ഒരു നമ്പർ, ഇപ്പോൾ ഇത് ഫോർ എക്സാമ്പിൾ x² <= 0 എന്നാണെങ്കിൽ എങ്ങനെയാവും? <= 0 അല്ലേ, 0 ആണ്. അപ്പോൾ x എഴുതുക, <= ഇവിടെ ഇൻഫിനിറ്റി, ഇവിടെ ഇൻഫിനിറ്റി. മനസ്സിലായില്ലേ? അതങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അതിൻ്റെ ഇന്നർ മീനിങ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, മാർക്കും കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഗ്രാഫ് പോലെ നമ്പർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇത് 0 അല്ലേ, 3 ഇതാണ്, ഇത് -3 ആണെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? -3നേക്കാളും ഗ്രേറ്റർ അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയുമാണ് എന്ത് വരിക? ഡൊമൈൻ വരിക. റേഞ്ച് എന്ന് പറഞ്ഞാൽ -∞, ഇതും ഇവിടെ അങ്ങോട്ടും അവസാനിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആ പ്രോബ്ലം. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. റിപ്പീറ്റഡ് ആണത്, പഠിക്കുക.